നീ മൂപ്പന്മാരുടെ ചോര കുടിക്കുമല്ലേ? നിന്റെ കബറടക്കം ഈ അടിമത്താവളത്തിലാണ് നോക്കിച്ചോ. എന്റെ ബാപ്പ് വിചാരിച്ചാലും നമ്മളെ കാണാൻ പറ്റില്ലടാ. എടാ അടിച്ച് കൊല്ലില്ല അവനെ. എടാ അടിമക്കൻ ഇനിയും മര്യാദ പഠിച്ചില്ലെങ്കിൽ അവരെ മതയാനെ കെട്ടുന്ന ശങ്കലേട്ട് വയ്ക്കും. ഏതായാലും വലിയ മൂപ്പൻ തക്ക സമയത്ത് മലയോർത്ത് വന്നില്ലായിരുന്നെങ്കിൽ അടിമക്കണ്ണ് പലരുടെയും ഈ ശങ്കലിൽ പറ്റാന്. അടിമക്കണ്ണ് നമ്മളോട് മാപ്പ് പറയണവരേക്കും അവനെ പട്ടിണിക്കിടാനാണ് നമ്മൾ ചട്ടം കെട്ടിയിരിക്കുന്നത്. മാപ്പ് പറയിപ്പിക്കാൻ വേണ്ടി മുതലാളി അങ്ങോട്ടേക്ക് പോവുകയാണോ അതോ അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുവാണോ? അതെന്താണ് നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ഒരു തേകരച്ച് എഴുതി കിട്ടാൻ നന്നായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച. പായരപ്പാളി കൊല്ലങ്ങളായി തടുപ്പത്താവളം വെച്ച് പണം ഉണ്ടാക്കുന്നവരാണ് നമ്മള്. ഈ ഇബ്രാഹിം ഇതുവരെ ഒരു വിദേശിനെ മേടിച്ചിട്ടില്ല. പേടി മുതലാളിക്കല്ല, ഞമ്മക്ക. മുതലാളി കുറച്ചുനാൾ കൂടി കുശിരോടെ ഇരുന്നില്ലെങ്കിൽ ഞമ്മടെ കഞ്ഞൂടി മുട്ടുമെന്ന് വിചാരിച്ച. അലാക്കെ നീ സർവാധികാരി ചമ്പോരാമ്പിൾ അങ്ങനെ കണ്ടിട്ടുണ്ടാ? ഉണ്ടേ, അയാളല്ലയോ മുതലാളിക്ക് അടിമത്താവളം പതിച്ചു വന്നിരിക്കണത്. അതേടാ, ഏതെങ്കിലും ഒരു അടിമ കുഴപ്പമുണ്ടാക്കിയാല് അവനെ വെടിവെച്ചു കൊല്ലാനുള്ള അധികാരവും നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സർക്കാർ പോലും പറയാതെ നമ്മൾ ലാഭത്തിന്റെ പാതി ചമ്പോരാമ്പിൾ അംഗത്തിന് നമ്മൾ കൊടുക്കുന്നത്. എന്താ പോലെ ഉമ്മയുള്ളപ്പോ താവളത്തിലെ അടിമകൾക്ക് പെരുന്നാളിന് നെയ്ച്ചോറ് കൊണ്ടേ കൊടുക്കുമായിരുന്നു. അതിനെ ഉമ്മാന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞമ്മള് ഇന്ന് കുറെ നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബാപ്പ അനുവാദം തന്നാ ഞമ്മള് കൊണ്ടേ കൊടുക്കാം. കൊടുക്കുന്നതിനൊന്നും നമുക്ക് വിരോധമില്ല മോളെ. പക്ഷെങ്കിൽ അവനെ ഒരു കടുവായ കൂട്ടിലടച്ചിട്ടുണ്ട്. അവന് മാത്രം കൊടുക്കരുത്. ഇല്ല പാപ്പ. 1 2 3 4 5 6 7 8 9 11 9 കഴിഞ്ഞാ 11 10 എവിടെ? 10 അങ്ങോട്ട് നോക്ക്. ആ പട്ടിക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കരുതെന്നാ മുതലാളി പറഞ്ഞിരിക്കുന്നത്. ചെയ്തു പോയ തെറ്റിന് നിങ്ങൾ ആവോളം ശിക്ഷിച്ചില്ലേ? കുഞ്ഞെ, അവന്റെ ശിക്ഷ മരണം കൊണ്ടേ അവസാനിക്കൂ. അവനവിടെ കിടന്നോട്ടെ. ഇല്ലേ മൂപ്പ, പെരുന്നാളായിട്ട് ഒരാളെ മാത്രം പട്ടിണി കിടന്നത് പാവല്ലേ? ഇങ്ങോട്ട് നോക്കിയേ. ഇന്ന് പെരുന്നാളാണ്.
വെള്ളത്തിലകപ്പെട്ടത്. ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങളെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കണേന്നാണ് നമ്മൾ എപ്പോഴും പടച്ചവനോട് അപേക്ഷിക്കുന്നത്. ഇന്നും പെരുന്നാൾ വന്നപ്പോ നിങ്ങളെ ഒരു നോക്ക് കാണാതിരിക്കാൻ കഴിയാത്തോണ്ടാണ് നമ്മൾ ഇവിടെ വന്നത്. എത്രയും വേഗം ഈ കോട്ട വിട്ട് പുറത്തു ചാടാൻ പടച്ചവൻ നിങ്ങൾക്ക് ശക്തി തരട്ടെ. സൈനബ. ഇബ്രാഹിം മുതലാളിയോ? ഓ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പണം ഏൽപ്പിക്കാനെ കൊണ്ട് വന്നതാണ്. ഇരിക്കണം. സർവാധികാരി അംഗത്തിന്റെ മുമ്പിൽ ഇരിക്കാനുള്ള വിവരക്കേടൊന്നും ഞമ്മക്കില്ലേ? തിരുവിതാംകൂർ മണ്ണിലെ പ്രഭുക്കന്മാരിൽ ബുദ്ധിശാലിയായ ഒരു കുറുക്കനാണ് ഇബ്രാഹിം, അല്ലേ? കുറുക്കനെന്ന് വിളിച്ചാലും കൊരങ്ങനെന്ന് വിളിച്ചാലും ഞമ്മക്ക് യാതൊരു വിരോധവുമില്ല. അരുപത്താവളത്തിന്റെ പുസ്തകം അടുത്ത ആണ്ടിലും ഞമ്മക്ക് തന്നെ കിട്ടണം. എന്റെ തലേന്ന് സർവാധികാരിയുടെ തൊപ്പി പോകുന്നത് വരെ ഇബ്രാഹിം ഭയപ്പെടേണ്ടതേയില്ല. ഈ തൊപ്പി ധരിച്ചാല് പകരം ബലവാത്ത പേരുമെന്നാണ് ഞമ്മൾ അറിഞ്ഞത്. ഇബ്രാഹിമിന്റെ അറിവൊന്നും തെറ്റല്ല. പക്ഷേ കമ്പനി സാഹിബ് കണ്ണു തുറന്നാലേ എനിക്ക് ദളവാപ്പട്ടം കിട്ടും. ഏത് ചെയ്താനാണ് ഇപ്പൊ വന്നിരിക്കുന്ന സാഹിബ്? ഒരു കേണൽ നെക്കൻഡ്രോ. വന്നിട്ട് ഒരാഴ്ചയേ ആയുള്ളൂ. പക്ഷേ അടിമക്കച്ചവടം നിർത്തണം ചെയ്യണമെന്ന അയാൾ പൊന്നുതമ്പുരാൻ ഉപദേശിച്ചിരിക്കുന്നത്. അല്ലോ, വിവരം കെട്ടവൻ നമ്മുടെ വീട്ടിൽ തെളിക്കുക. ഇബ്രാഹിം പേടിക്കാതെ. നമ്മൾ ഇതുപോലെ എത്രയോ സായിപ്പന്മാരെ കണ്ടവരാ. അഗ്രശാലയിലെ തടിമിടുക്കുള്ള 2 അടിച്ചുകളിക്കാരെ കണ്ടാ മതി സായിപ്പിന്റെ മട്ടുമാറും. പിറ്റേന്ന് അയാൾ വൈസ്രോയ്ക്ക് എഴുതും, അടിമക്കച്ചവടം കൊണ്ട് ഈ നാട് നന്നാവൂ എന്ന്. മോനെ അടിമക്കണ്ണി, രാജ കഴിക്കൂ. വേണ്ട. എത്ര ദിവസമായി നീ വല്ലതും കഴിച്ചിട്ട്? എടാ, ആരാടാ പറഞ്ഞത് ഇവന് ചോറ് കൊണ്ടുപോയി കൊടുക്കാൻ? ആരും പറഞ്ഞിട്ടില്ല, ഇതെന്റെ ചോറാണ്. അടിമക്കണ്ട് പട്ടിണി കിടക്കുന്നത് ഞങ്ങൾ കാരണമാണ്. അവൻ രക്ഷപ്പെട്ടാൽ ഇബ്രാഹിം മുതലാളി നമ്മളെ കൊല്ലും. പിടിക്കവനെ. Mr. Jampuka Raman, I am very, very happy. നിങ്ങളുടെ സ്റ്റേജ് എന്തൊരു ബ്യൂട്ടി, എന്തൊരു ബ്യൂട്ടി. വളരെ സന്തോഷം. സായിപ്പിന് നിങ്ങളുടെ നാട് ഇഷ്ടപ്പെട്ടത് ഞങ്ങളുടെ ഭാഗ്യമാണ്. Travancore is a green place in South India. നിങ്ങളുടെ നാട് മാത്രമല്ല, നാട്ടിലുള്ള ലേഡീസിനെ കണ്ടിട്ട് സായിപ്പിന് എന്താണ് തോന്നുന്നത്? Wonderful. Travancore ladies are wonderful, wonderful. അപ്പോൾ സായിപ്പ് ഞങ്ങളുടെ കൊട്ടാരത്തിലെ അടിച്ചുകളിക്കാരികളെ കണ്ടിരുന്നെങ്കിലോ? What is this adichu thali khali khali? കൊട്ടാരത്തിലെ ലേഡീസ് സർവീസിനെ കുറിച്ചാണ് പറഞ്ഞത്. You mean palace girl? Yes. Your Highness is a very, very lucky man. Travancore വിട്ടു പോകാൻ നമുക്ക് മനസ്സ് പറഞ്ഞില്ല. സായിപ്പിന്റെ ആയുഷ്കാലം മുഴുവൻ ഇവിടെ തന്നെ കഴിയണമെന്നാണ് അടിയൻ ആഗ്രഹിക്കുന്നത്. Oh, thank you. Thank you.
Who is that? ദേവമ്മയാണ് പല്ലക്കിൽ വരുന്നത്. ദേവമ്മ? Which ദേവമ്മ? ദേവമ്മ ഒരു ദേവദാസിയാണ്, കൊട്ടാരത്തിൽ നൃത്തക്കാരി. Oh, palace dancer? Let's go. Stop. Devamma, glad to meet you. ആ, നിങ്ങൾ പോയിക്കോളി. Mr. Jambuga Raman, you are my best friend. നിങ്ങൾ വിചാരിച്ച ദേവമ്മയുടെ ഡാൻസ് നമുക്ക് കാണാം. നമുക്ക് മാത്രമല്ല, നമ്മുടെ ഗസ്റ്റിനും കാണാം. ലോറൻസ്, yes, meet Mr. Jambuga Raman, Sarvadhikari of Travancore. Pleased to meet you. My friend, Mr. Lawrence, correspondent of East India Company. ഞങ്ങൾക്ക് ദേവമ്മയുടെ ഡാൻസ് കാണണം. ക്ഷമിക്കണം സാഹിബേ, ദേവമ്മ കൊട്ടാരത്തിലെയും കോവിലകത്തെയും ആട്ടക്കാരിയാണ്. നമ്മുടെ മുമ്പിൽ വാട്ടാൻ പറയൂ. അത് നടക്കില്ല സാഹിബേ. വാട്ട്? അത് നടക്കില്ലെന്നു. മിസ്റ്റർ ജംബുക രാമൻ, യു വാണ്ട് ദിവാൻ പോസ്റ്റ്? നിങ്ങൾക്ക് ജനമാകണ്ടേ? ആകണം. എന്നാൽ അർത്ഥം ഞാൻ ശ്രമിച്ചു നോക്കാം.